ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? നമ്മളിപ്പോൾ PK ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്ക് എന്താ ഇവിടേക്ക് വന്ന് വീഡിയോ ചെയ്യുന്നതെന്നല്ലേ? ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യണ്ടേ? അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിംഗ് ആണല്ലേ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്രിസ്മസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഉടനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. സാധനങ്ങളൊക്കെ എവിടെ എന്തായിരിക്കണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാനിപ്പോൾ ക്രിസ്മസ് ഹാമ്പർ അന്വേഷിച്ച് പോയാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എന്തായാലും കണ്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഹാമ്പർ ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ ക്രിസ്മസ് ഹാമ്പർ ഉണ്ടോ എന്ന് എങ്ങനെയായിരിക്കും നമ്മൾ ചോദിക്കുക? ഡു യു ഹാവ് ക്രിസ്മസ് ഹാമ്പേഴ്സ്? ഡു യു ഹാവ് ക്രിസ്മസ് ഹാമ്പേഴ്സ്? ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ ഹാമ്പർ എന്നുള്ളത് അല്ലേ? വേറെ ഒന്നുമില്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സാധനങ്ങൾ എടുക്കുന്നതിന് പകരം എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു കിറ്റ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഓണം കിറ്റ് മേടിക്കാറുണ്ട്, ക്രിസ്മസ് കിറ്റ് മേടിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ക്രിസ്മസ് ഹാമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്രിസ്മസ് ഹാമ്പർ ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഒറ്റയ്ക്ക് തനിച്ച് എല്ലാം എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കിയാൽ എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് എടുക്കേണ്ടതെന്ന്. നമ്മൾ ക്രിസ്മസ് ഹാമ്പർ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് എന്താ? പ്ലം കേക്ക്സ് ആണല്ലേ. പ്ലം കേക്ക്സ് ഇല്ലാതെ നമുക്ക് എന്ത് ക്രിസ്മസാണ് ഉള്ളത്? അപ്പോൾ ആദ്യം ഞാൻ എടുക്കാൻ പോകുന്ന പ്ലം കേക്ക്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷോപ്പ് അസിസ്റ്റൻറ്റിനോട് ചോദിക്കുകയാണ് എവിടെയാണ് പ്ലം കേക്ക്സ് ഉള്ളത്, അല്ലെങ്കിൽ എനിക്ക് പ്ലം കേക്ക്സ് വേണം, അത് എവിടെയാണെന്നുള്ളത് നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കുക? ഐ നീഡ് പ്ലം കേക്ക്സ്, കെൻ യു ഷോ മീ ദ സെക്ഷൻ? ഐ നീഡ് പ്ലം കേക്ക്സ്, കെൻ യു ഷോ മീ ദ സെക്ഷൻ? അപ്പം നമുക്ക് പ്ലം കേക്ക്സ് എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, പ്ലം കേക്ക്സ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലം കേക്ക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നട്ട് റിച്ച് പ്ലം കേക്ക് ഉണ്ട്, പിന്നെ ഫ്രൂട്ട് റിച്ച് ഉണ്ട്, പിന്നെ ഇവിടെ ഇത് ക്യാരറ്റ് പുഡിംഗ് കേക്കൊക്കെ ഉണ്ട്. എനിക്ക് തന്നെ കൺഫ്യൂഷനായി ഇപ്പോൾ ഏതെടുക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും ബേസിക്കലി നട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നട്ടിൻ്റെ പ്ലം കേക്കാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് സാധനങ്ങൾ എടുക്കാനുണ്ട്. എൻ്റെ കൈ ഇപ്പം തന്നെ കേക്ക് വന്നപ്പോൾ തന്നെ ഫില്ലായി, അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും നമുക്ക് ഷോപ്പിംഗ് ബാസ്ക്കറ്റ് വേണമല്ലേ? അപ്പോൾ അത് നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കുക? ഷോപ്പിംഗ് ബാസ്ക്കറ്റ് വേണം എന്നാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ക്യാൻ ഐ ഗെറ്റ് എ ഷോപ്പിംഗ് ബാസ്ക്കറ്റ്? ക്യാൻ ഐ ഗെറ്റ് എ ഷോപ്പിംഗ് ബാസ്ക്കറ്റ്? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം കുഡ് യു പ്ലീസ് ഷോ മീ വേർ ദ ഷോപ്പിംഗ് ബാസ്ക്കറ്റ്സ് ആർ? കുഡ് യു പ്ലീസ് ഷോ മീ വേർ ദ ഷോപ്പിംഗ് ബാസ്ക്കറ്റ്സ് ആർ? നമുക്ക് ഷോപ്പിംഗ് ബാസ്ക്കറ്റ് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഹാമ്പറിൽ വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുക്കീസ് എന്നുള്ളത് അല്ലേ. നമുക്കിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാ ക്രിസ്മസിനും അല്ലെന്നാണെങ്കിലും നമ്മൾ കുക്കീസ് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ കുക്കീസൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഡെലീഷ്യസ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഹോം മെയ്ഡ് ആയിരിക്കുമോ? നമ്മളെപ്പോഴും ചോദിക്കുമല്ലേ ഹോം മെയ്ഡ് ആണോ, നമ്മൾ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ ക്വസ്റ്റ്യൻ ചോദിക്കുക? ഹോം മെയ്ഡ് ആണോ എന്നുള്ളത്. ആർ ദീസ് ഹോം മെയ്ഡ്? ആർ ദീസ് ഹോം മെയ്ഡ്? നമുക്ക് നോക്കാം. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ചോക്കോ ആൽമണ്ട് കുക്കീസ് ഉണ്ട്, ബദാം കുക്കീസ് ഉണ്ട്. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ എന്തായാലും ഒരു ചോക്ലേറ്റ് ആൽമണ്ട് കുക്കീസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുക്കീസ് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഫ്രോസൺ ഫുഡാണ്. അപ്പം നിങ്ങളോർക്ക് എന്തിനാണ് ഫ്രോസൺ ഫുഡ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലേ തന്നെ നമുക്ക് ടൈമില്ല. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമ്മൾ നോക്കുകയുള്ളൂ. അപ്പോൾ ഈ ക്രിസ്മസിനൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ടല്ലേ, എന്താ? കട്ട്ലറ്റ് എല്ലാ ഡിഷിൻ്റെ കൂടെ നമ്മൾ സെർവ് ചെയ്യും. അപ്പോൾ ഞാൻ ഫ്രോസൺ കട്ട്ലറ്റ്സ് ആണ് പൊതുവേ മേടിക്കാറുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഫ്രോസൺ കട്ട്ലേറ്റ്സ് എവിടെയാണ് ഇരിക്കണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ ക്വസ്റ്റ്യൻ ചോദിക്കാം? വെർ ഇസ് ദ ഫ്രോസൺ ഫുഡ് സെക്ഷൻ? വെർ ഇസ് ദ ഫ്രോസൺ ഫുഡ് സെക്ഷൻ? നമുക്ക് എവിടെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോസൺ ഫുഡ് സെക്ഷൻ എന്ന് പറയുന്നത്. കട്ട്ലേറ്റ് മാത്രമല്ല കേട്ടോ, നമുക്കിവിടെ ചിക്കൻ നഗറ്റ്സ് ഉണ്ട്, ചിക്കൻ പോപ്സ് ഉണ്ട്, ഫിഷ് ഫിംഗേഴ്സ് ഉണ്ട്, സോസേജസ്, അങ്ങനെ എല്ലാം ഉണ്ട്. എനിക്കിപ്പോൾ തൽക്കാലം ചിക്കൻ കട്ട്ലേറ്റ് മാത്രം മതി. അപ്പം ഞാനിത് എടുക്കുകയാണ്. സോ ഐ ഗോട്ട് ദ ചിക്കൻ കട്ട്ലറ്റ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട ഫുഡ് ഐറ്റംസൊക്കെ 2-3 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസിന് ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്താ? ക്രിസ്മസ് ട്രീ വേണം അല്ലേ? അതിൻ്റെ കൂടെ തന്നെ ഡെക്കറേഷൻസ് വേണം. അതില്ലാതെ ഏത് വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ക്രിസ്മസ് ആണെന്ന് എങ്ങനെ അറിയാം അല്ലേ? അപ്പോൾ ഞാൻ ഇതുവഴി നേരത്തെ പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയോ കുറച്ച് തിളക്കങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഡെക്കറേഷൻസ് എന്നറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ല, ഇവിടെ ഞാൻ എന്തൊക്കെയോ തിളക്കം കണ്ടു, ഇങ്ങോട്ട് വന്നു. എൻ്റെ പ്രതീക്ഷ തീരെ തെറ്റിയില്ല. നമുക്ക് ക്രിസ്മസ് ഡെക്കോറിന് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു സെക്ഷനിലുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ക്രിസ്മസ് ഗാർലൻസ് കണ്ടോ, നമ്മൾ ട്രീയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കില്ലേ ക്രിസ്മസ് ഗാർലൻസ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് നോക്കിയിട്ട് പ്രൈസ് ടാഗ് എനിക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല. സോ ഐ എം ഗോയിങ് ടു ആസ്ക് ദ പ്രൈസ് ഓഫ് ദിസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രൈസ് ചോദിക്കാം?
There is no price tag in this. Can I know how much does it cost? There is no price tag in it. Can I know how much does it cost? അപ്പോൾ ഇതിൽ പ്രൈസ് ടാഗ് ഇല്ല. ഇതിൻ്റെ റേറ്റ് ഒന്ന് പറയാമോ അല്ലെങ്കിൽ ഇതിൻ്റെ വില എന്താണെന്ന് അറിയാമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊരെണ്ണം എടുക്കും. പ്രൈസ് എന്താണെന്ന് ചോദിച്ചിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ ഞാനിവിടെ കണ്ടത് കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് ട്രീസിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെൽസ് കണ്ടു. അപ്പോൾ ഞാൻ ഇതൊരെണ്ണം എടുക്കുകയാണ്. പിന്നെ നമുക്ക് സ്നോ ബോൾസ് ഉണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സ്നോ ബോൾസ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതും എടുക്കുകയാണ് ഞാൻ. പിന്നെ നമുക്ക് ചെറിയ ബെൽസ് ഉണ്ട്, കണ്ടോ, ബെൽസ് എടുത്തു. പിന്നെ കുഞ്ഞു കുഞ്ഞു കളേഴ്സിൽ സ്റ്റാർസ് ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ അടുത്തിരിക്കുന്ന ഈ വലിയ സ്റ്റാർസാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. അപ്പോൾ ഇത് വേറെ കളേഴ്സിലൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം നമ്മൾ ചോദിക്കണം, ഇത് വേറെ കളേഴ്സിൽ നമുക്ക് കിട്ടുമോ എന്നുള്ളതാണെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് ദീസ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്? ഡു യു ഹാവ് ദീസ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്? അപ്പോൾ നമ്മൾ അത് ചോദിച്ചു, എടുക്കുകയാണ്. ദെൻ നമുക്ക് ക്രിസ്മസ് ട്രീസ് ഉണ്ട്, പിന്നെ സാന്റ മാസ്ക് ഉണ്ട്, ഹെയർ ബാൻഡ്സ്, റിബൺസ് എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താ നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ നോക്കിയിട്ട് നമുക്ക് എടുക്കാനുള്ള എല്ലാം ഉണ്ട് ഇവിടെ. ക്രിസ്മസ് ട്രീസ് എന്ന് പറയുമ്പോൾ പിന്നെ സൈസിൽ ബിഗ് ഉണ്ട്, സ്മോൾ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഇനി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ എൻ്റെ ക്രിസ്മസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹാമ്പർ ആകെ സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് ബില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊരു 1500 ബഡ്ജറ്റ് വരുന്ന രീതിയിലാണ് ഞാൻ സാധനങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ബില്ല് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ക്യാഷാണ് പേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ കാർഡിലാണ് നമ്മൾ പേ ചെയ്യുന്നതാണെങ്കിലോ നമുക്കത് പറയണമല്ലോ, അല്ലെങ്കിൽ ക്യാഷിലാണോ കാർഡിലാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പറയാൻ പറ്റുന്നത്, ഐ വുഡ് ലൈക്ക് ടു പേ ഇൻ ക്യാഷ്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു പേ ബൈ കാർഡ്. വേറൊരു ഹാപ്പി ന്യൂസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത്. ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ നമുക്ക് 23rd മുതൽ നല്ല അടിപൊളി ഓഫേഴ്സൊക്കെ ഉണ്ട്. എറണാകുളത്ത് വേറൊരു ഷോപ്പിലും കൊടുക്കാത്ത ഓഫേഴ്സാണ് ഇവിടെ PK ഹൈപ്പർ മാർക്കറ്റിൽ നമുക്കുള്ളത്. എനിക്ക് എന്തായാലും ആ സമയത്ത് വരാൻ പറ്റില്ല, ഞാൻ കുറച്ച് തിരക്കിലായിരിക്കും. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒരു 1500 ബഡ്ജറ്റിലാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾ 23rd മുതൽ ഓഫേഴ്സിൻ്റെ ടൈമിൽ വന്ന് മേടിക്കുകയാണെങ്കിൽ അതിലും വില കുറച്ച് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അപ്പോൾ ആ ഓഫർ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് പഠിച്ച ഷോപ്പിങ്ങിൻ്റെ ടേംസും ഫ്രേസസും എല്ലാം നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇംഗ്ലീഷിൽ എവിടെയെങ്കിലും യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ എന്തായാലും അത് ഓർത്ത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 23rd തൊട്ടാണ് ഇവിടുത്തെ ഓഫേഴ്സ് ഉള്ളത്, മറക്കണ്ട. ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.